ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത്. വറുത്തരച്ച നാടൻ ചിക്കൻ കറി. ഇന്ന് ചിക്കൻ കറിയാണ് വെക്കാൻ പോകുന്നത്. അതിന് വേണ്ട സാധനം അര കിലോ ചിക്കന്, 3 സവാള, പിന്നെ 2 തക്കാളി, പിന്നെ വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചിൻ്റെ പേസ്റ്റ്, പിന്നെ ഏലക്കായ്, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, തേങ്ങ വറുത്തരച്ചത്, ആവശ്യത്തിന് ഉപ്പ്, വെളിച്ചെണ്ണ. പാചകം ചെയ്യാൻ പോവുകയാണ്. പാത്രം വെച്ച് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാൻ പോവുകയാണ്. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം പിന്നെ വലിയുള്ളി ഇടാൻ പോവുകയാണ്. വലിയുള്ളി നല്ലോണം വഴറ്റണം. ഉള്ളി വഴറ്റി കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പിടണം. അതിന് ശേഷം ഉള്ളി വഴറ്റിയതിന് ശേഷം തക്കാളി, ശേഷം ഒരു 5 മിനിറ്റ് അടച്ച് വെക്കണം. അതിന് ശേഷം അരച്ച് വെച്ച പേസ്റ്റ് ഇതാണ്. അപ്പോൾ 5 മിനിറ്റിന് ശേഷം നമ്മളിപ്പോൾ ആ പാത്രത്തിൻ്റെ മൂടി തുറന്ന് വെച്ചിട്ട് നമ്മൾ നേരത്തെ അതായത് അമ്മിയിൽ അരച്ച് വെച്ചിട്ടുള്ള പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി അത് ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉള്ളി നല്ലോണം വഴറ്റി വരണം, എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ. അതിനുശേഷം നമ്മളിപ്പോൾ മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ്. ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടി, ശേഷം 1 സ്പൂണ് മുളക് പൊടിയും ചേർത്തു. മല്ലിപ്പൊടി ചേർക്കുന്നതോടെ നല്ലോണം നമ്മൾ ഇളക്കുകയും വേണം. മസാല നല്ലോണം പിടിക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് നല്ലോണം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇനിയിപ്പോൾ 1 സ്പൂണ് മല്ലിപ്പൊടിയാണ് ചേർക്കാൻ പോകുന്നത്. 1 സ്പൂണ് മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ഉള്ളിയിലേക്ക് നല്ലോണം മസാല പിടിച്ചാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ട് നല്ലോണം നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പം ഏതാണ്ട് മസാല റെഡിയായി വരുന്നുണ്ട്. ഉള്ളിയൊക്കെ വാടി കഴിഞ്ഞാൽ ചിക്കൻ ഇടാൻ പോകണം. അതായത് ഉള്ളി വാടി റെഡിയായപ്പോൾ നമ്മൾ നേരത്തെ മസാല തേച്ച് വെച്ച ചിക്കൻ ഇപ്പോൾ നമ്മൾ അതിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ചെയ്യുന്നത് ചിക്കൻ നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യുന്നതായിരിക്കും. ആദ്യം മസാലയൊക്കെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
അടുത്തായിട്ട് നമ്മളിപ്പോൾ അതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളത് നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം വെള്ളം ഇനിയും ചേർത്ത് കൊടുത്താൽ മതി. നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്താൽ മതി. നമുക്ക് അതിൻ്റെ ഗ്രേവി എത്ര വേണമെന്നനുസരിച്ചാണ് നമ്മൾ വെള്ളം ചേർക്കേണ്ടത്. അപ്പോൾ നമ്മളിപ്പം കുറച്ച് ഗ്രേവി കുറച്ചിട്ട് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഈ കറി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചിക്കനിട്ട് മസാലയൊക്കെ നല്ല പിടിച്ചതിന് ശേഷം അതിൽ വെള്ളം ചേർത്ത് കൊടുത്തു. ഇപ്പോൾ ആ ചിക്കൻ ഒന്ന് വേകാൻ വേണ്ടിയിട്ട് നമ്മൾ മൂടി വെച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ തിളപ്പിച്ച ശേഷം നമ്മളൊന്ന് നോക്കണം അത് വെന്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് തുറന്ന് വെച്ചിട്ട് അതൊന്ന് ചിക്കനൊക്കെ ഒന്നുകൂടി ഇളക്കി നല്ലോണം അങ്ങോട്ടും നല്ലോണം മസാലയൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഒന്ന് നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും കുറച്ച് ചിക്കൻ ഒന്നുകൂടി വേകാനുണ്ട്. അപ്പോൾ ഒന്നുകൂടി മൂടി വെക്കേണ്ടതാണ്. അങ്ങനെ ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മളുടെ ചിക്കൻ ഏതാണ്ട് വെന്തിട്ട് നമുക്ക് ആവശ്യമായ പാകത്തിനായിട്ടുണ്ട്. ഇനി നമ്മളിപ്പോൾ ഇതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ തേങ്ങ നമ്മൾ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയതാണ്. അതാണിപ്പോൾ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങ ചേർത്തിട്ട് നല്ലോണം അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ തേങ്ങ ചേർക്കുന്നതിനെ കൊണ്ട് നമ്മൾ ഗ്യാസ് ലേശം ഒന്ന് സിമ്മിലാക്കിയിട്ടുണ്ട്. അത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് ഫ്ലെയിം കൂട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിപ്പോൾ ഇതിലേക്ക് ചിക്കൻ മസാല ചേർക്കാൻ പോവാണ്. അപ്പോൾ ഒരു സ്പൂണ് ചിക്കൻ മസാല ചേർത്തു. അതിനുശേഷം കുറച്ച് കുരുമുളക് പൊടി. അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ചാണ് കുരുമുളക് പൊടി ചേർക്കേണ്ടത്. അപ്പോൾ കുറച്ച് കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള കറിവേപ്പില നമ്മൾ ആദ്യം കുറച്ച് ചേർത്തിട്ടുണ്ട്. അടുത്തത് ഇപ്പം രണ്ടാമത്തെ പ്രാവശ്യമായിട്ട് ഇനിയിപ്പോൾ ഇടാൻ പോവാണ് കറിവേപ്പില. കറിവേപ്പിലയും ചേർത്ത് ഇനിയിപ്പോൾ നല്ലോണം ഒന്നുകൂടി മിക്സ് ചെയ്യണം. അതിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് ഏലക്കായ എടുത്തിട്ട് നമ്മൾ അമ്മിയിൽ വെച്ച് ചതച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രാമ്പൂ, പട്ട, ഇത് മൂന്നും കൂടി ഇതിലേക്ക് ചേർക്കുകയാണ്. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മളിനിപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ 2 മിനിറ്റ് നേരം ഇത് മൂടി വെച്ചതിന് ശേഷം നമുക്ക് വാങ്ങി വെക്കാം. അപ്പം ഏതാണ്ട് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിതിപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വാങ്ങി വെക്കാൻ പോവാണ്.
ഈ ഒരു ചിക്കൻ കറി ഉണ്ടാക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.